കുറേ ദിവസം മുന്നേ ഇട്ട ഒരു ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ ഇത്. എന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്. നെറ്റ് ഇഷ്യൂ മീൻസ് എനിക്ക് വൈഫൈ ഇല്ല കേട്ടോ ഇവിടെ. ഞാൻ മുന്നേയൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു നിന്ന്, അവിടെ ഇപ്പോൾ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുമായിരുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഇനി മുന്നേ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പം എനിക്ക് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എൻ്റെ നെറ്റ് പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴും വീഡിയോസ് വളരെ കുറവായിരിക്കും ഇടുന്നത്. എല്ലാം എടുത്ത് വെക്കും, പക്ഷേ എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇത് മുന്നേ ഇട്ടൊരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പം ഞാൻ ഇവർക്ക് വേണ്ടി ആ വീഡിയോ പറയുന്നൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഇതായിരുന്നു കേട്ടോ സർപ്രൈസ്, റംബൂട്ടാൻ. ഇത് ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ്, പ്ലസ് എനിക്കും ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നു പറഞ്ഞാൽ അവൾ ഇന്ന് യോഗ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഇന്ന് സ്കൂളിൽ കാണിച്ച യോഗയൊക്കെ നമുക്ക് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. എന്തൊക്കെ സ്കൂളിൽ കാണിച്ചോ അതെല്ലാം കാണിച്ചു തരും. വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പഠിപ്പിച്ചു, പാട്ട്, ഡാൻസ് എല്ലാം കാണിച്ചു തരും കേട്ടോ വന്നിട്ട്. പിന്നെ ദേ കുളിക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഷോർട്സ് എടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ പിന്നെ അവളോട് കണ്ണടക്കി താക്ക് ഇടയ്ക്ക് വെച്ചൊരു ഷോർട്സ് ഇങ്ങനെ വൈറലായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞതേ കുളിച്ച് സുന്ദരി കുട്ടിയായി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഈവനിങ് വ്ളോഗായി. ഇവർ കൂടി വന്നതിന് ശേഷമുള്ള ഇതൊരു വൈകുന്നേരമാണ്. ഇവർ രണ്ടാളും വന്നാൽ വീടങ്ങ് ഓണാവും കേട്ടോ. ഞാനും അമ്മയും മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് അനക്കും ആവിയൊന്നും ഉണ്ടാവത്തില്ല. ഇവർ രണ്ടാളും കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടവും ബഹളവും ആകെ ഒരു മേളമാണ്. അങ്ങനത്തെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനില്ലേ, അങ്ങനെ കുളിച്ച് പെട്ടെന്ന് തന്നെ കുളിച്ച് സുന്ദര കുട്ടമ്മനായി വരാൻ പറഞ്ഞെങ്കിൽ അവൻ പൗഡറൊക്കെ ഇട്ട് വന്നു. അവൾ ഒരുക്കി കൊടുത്തു അവന് ഭയങ്കര മടിയാണ്. അവൾക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുളിച്ച് കൊമ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി കേട്ടോ. അങ്ങനെ നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഓർത്തു എൻ്റെ വണ്ടിയൊക്കെ മൂടിയിടാന്ന്. അങ്ങനെ ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കി വെച്ചിട്ട് പോയ ഗ്യാപ്പിൽ ക്യാമറയുടെ മൊത്തം അറ്റൻഷൻ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ മൊത്തം ഡാൻസോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാനും ക്യാമറയിൽ വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയം അമ്മ വിളക്കൊക്കെ കത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ഞാൻ അപ്പോഴേ ആലോചിച്ചു എൻ്റെ ഫോൺ വെളിയിരിക്കുകയാണല്ലോ എന്നങ്ങനെ ഓടിപ്പിടച്ച് വന്ന് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ അകത്ത് കയറിപ്പോയി. അങ്ങനെ അമ്മാമ്മയും രണ്ട് മക്കളും കൂടി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെ എല്ലാ പാട്ടും പാടും. ദൈവത്തിൻ്റെ മുമ്പ് ചെന്ന് ABCD എനിക്കറിയില്ല, ദൈവത്തിന് അറിയാൻ പാടില്ലാത്ത എല്ലാ ഇംഗ്ലീഷ് പാട്ടുകളും അവൾ പാടും. സ്കൂളിൽ പഠിപ്പിച്ച സർവ്വമാന പാട്ടും ദൈവത്തിൻ്റെ മുമ്പ് പാടിയിട്ടേ അവൾ വരത്തുള്ളൂ. അവൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയാനുള്ള പറഞ്ഞിട്ട് വന്നു. ഇനി അടുത്ത പഠിക്കുന്ന സമയമാണ് കേട്ടോ. ഇച്ചിരി നേരം പഠിക്കും, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. കാരണം എനിക്ക് ചെറിയ ജലദോഷമുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇച്ചിരി ആവിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അമ്മാമ്മയാണ് കേട്ടോ അവനെ മലയാളം പഠിപ്പിക്കുന്നത്. അങ്ങനെ അമ്മാമ്മ അവനെ മലയാളം പഠിപ്പിക്കുന്നത്. അവൾക്ക് ഇതേ ആവി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.